Dear students, welcome to the online class of Mathematics in Nucleus. നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മൾ നേരത്തെ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ സെറ്റ്സിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് സെറ്റ് അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇത്തിരി കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് പഠിക്കണം. ഓക്കെ, കാരണം അതെന്ന് പറയുന്നത് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ എല്ലാ നൊട്ടേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നല്ലതുപോലെ നിങ്ങൾ വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമേ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ പറയുന്നത്? ആദ്യത്തെ ടേം എന്ന് പറയുന്നത് റിലേഷൻസ് എന്ന് പറയുന്ന ടേമാണ് അല്ലെ. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ഫങ്ഷൻസ്. ഇതിനകത്ത് റിലേഷൻ എന്ന് പറയുന്ന ആ സെക്ഷൻ എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ ഫങ്ഷൻസിലോട്ട് നമുക്ക് പോകാം. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേഷൻ ആണ്. സ്റ്റാർട്ട് ഓക്കെ, റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം തന്നെയാണ്. നമ്മൾ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബന്ധം. അപ്പൊ നമുക്ക് ബന്ധം നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? നമുക്ക് ബന്ധം പറയണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് രണ്ടുപേര് വേണം അല്ലെ. കുറഞ്ഞത് രണ്ടുപേരെങ്കിലും നമുക്കിവിടെ വേണം. ഒരാൾക്ക് മറ്റൊരാളുമായിട്ട് ഒരു സുഹൃത്ത് ബന്ധം വരാം അല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരാളുടെ പിതാവ് എന്നുള്ള ബന്ധം വരാം മറ്റൊരാൾ. അപ്പൊ നമുക്ക് ബന്ധം പറയാൻ നേരത്തെ നമ്മളവിടെ ഒരു ടൈം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ശരിയാണ്. അതുതന്നെയാണ് നമുക്ക് ഇവിടെയും റിലേഷൻസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ പിതാവും മാതാവും അല്ല നമ്മളിവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടുത്തെ റിലേഷൻസ് പറയുന്നത് നമ്പേഴ്സുകളുമായിട്ടുള്ള റിലേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് റിലേഷൻസ് പഠിക്കുന്നതിന് മുമ്പ്, എന്താണ് റിലേഷൻ എന്ന് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കണം. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്രോസ് പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓർ ക്രോസ് പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് പറയുന്നത് നമ്മൾ രണ്ട് സെറ്റുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് എ എന്ന് പറയുന്ന ഒരു സെറ്റിനെ എടുക്കുന്നു, അത് 1 2 3 എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, ബി എന്ന് പറയുന്ന മറ്റൊരു സെറ്റിനെ എടുക്കുന്നു, എ എന്നും ബി എന്നും എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സെറ്റിന്റെ നൊട്ടേഷൻസ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ട് സെറ്റുകളുണ്ട്. ആദ്യത്തെ സെറ്റിനകത്ത് 3 എലമെന്റ്സും ഉണ്ട്, രണ്ടാമത്തെ സെറ്റിനകത്ത് 2 എലമെന്റ്സും ഉണ്ട്. How can we define the cross product between A and B? എയും ബിയും തമ്മിലുള്ള ക്രോസ് പ്രൊഡക്റ്റ് ഇൻ ദി ഗിവൺ ഓർഡർ. അതായത് എ നമ്മൾ ആദ്യം പറയണം, ബി രണ്ടാമത് പറയണം. ആ രീതിയിൽ ക്രോസ് പ്രൊഡക്റ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ഇട്ടിട്ട് നമ്മളൊരു ഇൻറ്റു മാർക്ക് അല്ലെങ്കിൽ നമ്മൾ ക്രോസ് മാർക്ക് കൊടുക്കും. എന്നിട്ട് നമ്മൾ ബി എന്ന് പറഞ്ഞിട്ടും എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു, നമ്മൾ ഇവിടെ നിന്ന് ആദ്യത്തെ സെറ്റ് നമ്മുടെ എ ക്രോസ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ ചെയ്യുന്ന എയിലുള്ള എലമെന്റ്സുകൾക്ക് ബിയിലുള്ള എലമെന്റ്സുകളുമായിട്ട് ഒരു പെയർ, ഒരു ജോഡി നമ്മൾ എടുക്കും. എയിലുള്ള എലമെന്റ്സും പിന്നെ ബിയിലുള്ള എലമെന്റ്സുമായിട്ട് നമ്മൾ എന്തെടുക്കുന്നു, ഒരു ജോഡി നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്യും. അപ്പം എയിലുള്ള ഒരു എലമെന്റ് ആണ് 1 എന്ന് പറയുന്നത്, ആദ്യത്തെ എലമെന്റ് ആണ് 1. അപ്പൊ ഈ 1 എന്ന് പറയുന്ന എലമെന്റിന് ബി എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റിനകത്തുള്ള ഓരോ എലമെന്റുകളുമായിട്ടും ഓരോ ജോഡി നമുക്ക് എന്ത് ചെയ്യാനൊക്കും പറയാൻ. അതായത് 1ഉം എയും കൂടി ചേരുമ്പോൾ ഒരു ജോഡിയാണ്, 1ഉം ബിയും കൂടി ചേരുമ്പോൾ അത് മറ്റൊരു ജോഡിയാണ്. ശരിയാണ്. ഇതേ കണക്ക് എയിലുള്ള ബാക്കിയുള്ള എല്ലാ എലമെന്റ്സുകൾക്കും നമുക്ക് എന്തെടുക്കാൻ നോക്കും, പെയറുകൾ നമുക്ക് എടുക്കാൻ നോക്കും, പെയർസ്. ഓക്കെ, അതാണ് പെയർസ്, അല്ലെങ്കിൽ നമ്മൾ പറയും ജോഡികൾ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ജോഡികൾ നമ്മൾ ആദ്യമേ എടുക്കുക, അല്ലെങ്കിൽ പെയറുകൾ നമ്മൾ എടുക്കുക. അപ്പൊ എന്തുമാത്രം പെയർസുകൾ നമുക്ക് ഇവിടെ എടുക്കാൻ നോക്കും നമുക്ക് നോക്കാം. 1ഉം എയുമായിട്ട് ഒരു പേര്. അപ്പൊ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് 1 ഇട്ടിട്ട് കോമ എ ഒരു സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് കൊടുക്കും. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ കാർട്ടീഷ്യൻ
സിസ്റ്റം എന്ന് പറയുന്നൊരു അല്ലെങ്കിൽ കോർഡിനേറ്റ് ജോമെട്രി എന്ന് പറയുന്നൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിർദ്ദേശാങ്കിത ജ്യാമിതി എന്ന് മലയാളത്തിൽ പറയും. ആ ചാപ്റ്ററിനകത്ത് നമ്മൾ പോയിന്റ്സുകൾ, ബിന്ദുക്കളെ ഒരു പ്രതലത്തിലെ ബിന്ദുക്കളെ രേഖപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ ഒരു പ്ലെയിനിലുള്ള പോയിന്റ്സുകൾ മാർക്ക് ചെയ്യുന്നതിന് നമ്മൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ഓരോ പെയറുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതേ മോഡലിലാണ് നമ്മൾ ഇവിടെയും പെയറുകൾ നമ്മൾ എഴുതുന്നത്. 1 ആദ്യമായിട്ട് എയുമായിട്ട് ഒരു പേര് എടുക്കാം, പിന്നെ 1ഉം അവിടുത്തെ രണ്ടാമത്തെ എലമെന്റ് ബിയുമായിട്ടുള്ള ഒരു പേര് എടുക്കാം. ഓക്കെ, ഇനി 2 എന്ന് പറയുന്ന എലമെന്റ് ഇവിടത്തുള്ള എലമെന്റ്സ് 2a, പിന്നെ 2b, അടുത്ത 3a, 3b. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സുകളുമായിട്ട് ഞാൻ ഓരോ പേരുകൾ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ പേരുകളെല്ലാം കൂടി ചേർത്ത് ഞാൻ എഴുതി, അതിനെ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തു. എൻക്ലോസ്ഡ് വിത്തിൻ ബ്രേസസ്, ബ്രേസസിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, എൻക്ലോസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ എൻക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പേരുകളുടെ സെറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് പറയുന്നതിന് ഒരു ഓർഡർ എപ്പോഴും ഉണ്ടായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എ ക്രോസ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് നമ്മൾ പേരുകൾ എഴുതുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എപ്പോഴും എയിലുള്ള എലമെന്റ് ആയിരിക്കണം, സെക്കൻഡ് എലമെന്റ് എപ്പോഴും ബിയിലുള്ള എലമെന്റും ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് എപ്പോഴും എന്താണ്, എയിലുള്ള എലമെന്റ് ആയിരിക്കണം, സെക്കൻഡ് എലമെന്റ് എപ്പോഴും എവിടെയുള്ള എലമെന്റ് ആയിരിക്കണം, ബിയിലുള്ള എലമെന്റും ആയിരിക്കണം. അങ്ങനെ ഫസ്റ്റ് എലമെന്റ് എയിലും സെക്കൻഡ് എലമെന്റ് ബിയിലുമായിട്ട് നമുക്ക് എന്തുമാത്രം പേഴ്സുകൾ അവിടെ ഫോം ചെയ്യാൻ ഒക്കുമോ അത്രയും പേരുകൾ നമ്മൾ എഴുതുക. ആ പേരുകൾ നമ്മൾ ബ്രേസസിനകത്തിട്ട് എഴുതുന്ന മെത്തേഡാണ് അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ക്രോസ് പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സെറ്റുകളിൽ തന്നെ നമുക്ക് ബി ക്രോസ് എ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ബി ക്രോസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ഓർഡർ വന്നിരിക്കുന്നു, ബി ആദ്യം വന്നിരിക്കുന്നു, എ രണ്ടാമത് വന്നിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ക്രോസ് പ്രോഡക്റ്റിനകത്തുള്ള എലമെന്റ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പേരുകളിലെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എവിടത്തെ എലമെന്റ് ആയിരിക്കണം, ബിയിലുള്ള എലമെന്റ് ആയിരിക്കണം. സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് എവിടത്തെ എലമെന്റ് ആയിരിക്കണം, എയിലുള്ള എലമെന്റ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇവിടുത്തെ പേരുകൾ നമുക്ക് എഴുതാം. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് ബി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന എലമെന്റ് എടുക്കുക, അത് ഇവിടെയുള്ള എയിലുള്ള ഓരോ എലമെന്റുകളുമായിട്ടുള്ള പേഴ്സ് നമ്മളിവിടെ ആദ്യം എഴുതും. അപ്പൊ നമുക്ക് ആദ്യം ആര് എഴുതാം, A1 എഴുതാം, പിന്നെ A2 എഴുതാം, അടുത്ത A3 എഴുതാം. അടുത്ത രണ്ടാമത്തെ എലമെന്റ് ബി, ബിയും ഇവിടുത്തെ എലമെന്റ്സുകളുമായിട്ടുള്ള പേരുകൾ B1 ഉണ്ട്, പിന്നെ B2 ഉണ്ട്, B3. ഇവിടുത്തെ പ്രത്യേകത ബി ക്രോസ് എ പറഞ്ഞ സമയത്തുള്ള പ്രത്യേകത വന്നിരിക്കുന്ന ഇതാണ്, ഇവിടുത്തെ എലമെന്റ്സുകൾ എന്ത് ചെയ്തു, നേരെ റിവേഴ്സ് ആയി. എ ക്രോസ് ബിയിലുള്ള എലമെന്റ്സുകൾ നേരെ റിവേഴ്സ് ആയി. ഇവിടെ 1a ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് A1 ആയി. ഇവിടെ 2a ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ അത് A2 ആയി. ഇവിടെ 3a ഉണ്ടായിരുന്നു, അത് ഇവിടെ വന്നപ്പോൾ A3 ആയി. അതിനിടയ്ക്ക് ഇവിടെ 1b ഇവിടെ B1 ആയി, 2b എന്ന് പറയുന്നത് B2 ആയി, 3b എന്ന് പറയുന്നത് B3 ആയി. അതായത് എ ക്രോസ് ബിയിലുള്ള എലമെന്റ്സുകൾ നമ്മൾ റിവേഴ്സിൽ എഴുതിയ സമയത്ത് നമുക്ക് കിട്ടിയതാണ് എന്ന് പറയുന്നത് ബി ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഈ എ ക്രോസ് ബി എന്ന് പറയുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ നമുക്ക് ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ ഒന്ന് ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാം. ഓക്കെ, എന്താണ് എ ക്രോസ് ബി? എ ക്രോസ് ബി നമ്മൾ കണ്ടു, ഇവിടെ എ ക്രോസ് ബി എഴുതുന്ന ഇവിടെ രണ്ട് ക്രോസ് പ്രോഡക്റ്റ് എഴുതിയിരിക്കുന്നു. ഈ രണ്ട് ക്രോസ് പ്രോഡക്റ്റും എന്ന് പറയുന്നത് എന്താണ്, പേറുകളായിട്ടല്ലേ വന്നിരിക്കുന്നത്, ജോഡികളായിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും നമുക്ക് മനസ്സിലാക്കി, ഇവിടെ ഒരു നമ്മൾ നേരത്തെ കാർട്ടീഷ്യൻ സിസ്റ്റം പറയുന്ന കണക്ക്, നിർദ്ദേശാങ്കിത ജ്യാമിതി പറയുന്ന കണക്ക്, നമ്മളെങ്കിൽ ഒരു പോയിന്റ് പറയുന്ന കണക്ക് അതിനെപ്പോഴും ഒരു എക്സ് കോർഡിനേറ്റും ഉണ്ട്, വൈ കോർഡിനേറ്റും ഉണ്ട്. നിങ്ങളൊന്നെങ്കിൽ അങ്ങനെ പഠിച്ചു വെച്ചേക്ക്, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്ന് പഠിച്ചെന്ന് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, പഠിക്കുന്നതിന് നമുക്ക് അങ്ങനെ വെച്ച് പഠിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ പറയും ഒരു ഫസ്റ്റ് എലമെന്റും ഉണ്ട്, ഒരു സെക്കൻഡ് എലമെന്റും ഉണ്ട്, അങ്ങനെ പഠിച്ചാൽ മതി. അപ്പം ആ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഓരോ കോർഡിനേറ്റ്സിന്റെ ഫോമിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എ ക്രോസ് ബി നമ്മൾ എപ്പോഴും സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ ഓരോ പേരുകളായിട്ടാണ് നമ്മൾ അതിനെ ജനറലൈസ് ചെയ്ത് പറയേണ്ടത്, അല്ലെങ്കിൽ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് എഴുതും. സോ എ ക്രോസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് എവിടത്തെ എലമെന്റ് ആയിരിക്കണം, എ ക്രോസ് ബി പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ സെറ്റ് എയിലുള്ള എലമെന്റ് ആയിരിക്കണം, ആൻഡ് വൈ ബിലോങ്സ് ടു ക്യാപിറ്റൽ. ഓക്കെ, ദിസ് ഈസ് ദി സെറ്റ് ബിൽഡർ ഫോം ഓഫ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം ഡെഫിനിഷൻ ഓഫ് എ ക്രോസ് ബി.
So A cross B is equal to set of all ordered pair xy such that x element of capital A and y element of capital B. Next നമുക്ക് ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. A cross B എന്ന് പറയുന്ന ഒരു സെറ്റിനകത്ത് how many elements are possible? എത്ര എലമെന്റ്സ് ഉണ്ട് പോസിബിൾ ആണ്? അപ്പോൾ നമുക്ക് A എന്ന് പറയുന്ന സെറ്റ്, ആ A എന്ന് പറയുന്ന സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? ഇവിടെ 1 2 3 പറയുമ്പോൾ 3 എലമെന്റ്സ് ഉണ്ട്. B എന്ന് പറയുന്ന സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ A ക്രോസ് B എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നല്ലേ? 1 2 3 4 5 6 എലമെന്റ്സ് ഇല്ലേ? B ക്രോസ് A നോക്കുമ്പോഴും അവിടെ എത്ര എലമെന്റ്സ് തന്നെയാണ്? 1 2 3 4 5 6 എലമെന്റ്സ് അവിടെയും ഉണ്ട്. അപ്പോൾ A ക്രോസ് B കണ്ടുപിടിച്ചപ്പോഴും B ക്രോസ് A കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം തന്നെയായിരുന്നു, 6 തന്നെയാണ് കിട്ടിയിരുന്നത്. അതൊക്കെ A യുടെ എലമെന്റ് 3 ആണ്, B യുടെ എലമെന്റ് 2 ആണ്. ശരിയാണ്. അതായത് ഇവിടുത്തെ ഒന്നാമത്തെ എലമെന്റിന് 2 എന്താണ് പേരുകൾ ഉണ്ടാക്കാം, രണ്ടാമത്തെ എലമെന്റിനും അതല്ലെങ്കിൽ 2 പേർ ഉണ്ടാക്കാം, മൂന്നാമത്തെ എലമെന്റിനും അവിടെ 2 പേർ ഉണ്ടാക്കാം. അപ്പൊ 3 × 2 6 എലമെന്റ്സ് ഉണ്ടായി. ഇതിപ്പോ ഞാൻ 1 2 3 4 ഉണ്ടായിരുന്നെങ്കിലോ ഇവിടെ നാലാമത്തെ എലമെന്റിനും 2 പേർ ഉണ്ടാവത്തില്ലായിരുന്നോ? അപ്പൊ നമുക്ക് 6 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും? 8 ആയിട്ട് മാറും. ശരിയാണ്. ഇനി ഇവിടെ 3 ആണ്, ഇവിടെ 3 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഒന്നാമത്തെ ആളിന് 3 പേർ വരും, രണ്ടാമത്തെ ആളിന് 3 പേർ വരും, മൂന്നാമത്തെ ആളിന് 3 പേർ വരും. അപ്പോൾ മൊത്തം 9 പേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A ക്രോസ് B എന്ന് പറയുന്നത് നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാം. ഓക്കെ, അതായത് n ഓഫ് A എന്ന് പറയുന്നതിനകത്ത് 3 എലമെന്റും n ഓഫ് B യിൽ 2 എലമെന്റ്സും ആയിരുന്ന സമയത്ത് n ഓഫ് A ക്രോസ് B ഉള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് n ഓഫ് A ക്രോസ് B എന്ന് പറയുന്നത് 3 × 2 6 ആയിരുന്നു അല്ലേ? അതായത് പ്രോഡക്റ്റ് ഓഫ് ദി നമ്പർ ഓഫ് എലമെന്റ്സ് എടുത്ത് കൊടുത്താൽ മതി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ജനറലൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? If n of A is equal to m and n of B is equal to n small n, okay, then n of A cross B is equal to n of B cross A is equal to m into n ന് equal ആയിട്ട് മാറും. അതായത് mn ന് equal ആയിട്ട് മാറും. So it is very important result. നമുക്ക് വളരെ അത്യാവശ്യമുള്ള റിസൾട്ട് ആണ് A ക്രോസ് B ഉള്ള പോസിബിൾ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് A യിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻറ്റു B യിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനും അതിന്റെ എന്താണ് സിംപിൾ ഫോമും കൂടാതെ നമുക്ക് അതിനകത്ത് വരുന്ന കാർഡിനാലിറ്റിയിൽ വരുന്ന റിസൾട്ട് ആണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. n of A is equal to m and n of B is equal to n, then n of A cross B is equal to mn. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയൊരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ആൾറെഡി പെയറുകൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ഓർഡേർഡ് പെയർസ് നമ്മൾ പറഞ്ഞു. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. ഇപ്പൊ ഞാൻ A ക്രോസ് B ഉള്ള ഒരു എലമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ A ക്രോസ് B എലമെന്റ്സ് ഞാനിപ്പോ PQ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഓർഡർ എന്ന് പറയുന്നതാണ് P എന്ന് പറയുന്ന എലമെന്റ് A ഉള്ളതായിരിക്കും, Q എന്ന് പറയുന്ന എലമെന്റ് B. ഓക്കെ, സോ അപ്പൊ ഞാൻ അതിനെ എങ്ങനെ എഴുതുന്നു? ഇങ്ങനെ മാറ്റി എഴുതുന്നു. A ക്രോസ് B എന്ന് പറയുന്നത് ുള്ള എലമെന്റ് ആണ് PQ എന്ന് പറയുന്നതെങ്കിൽ if PQ element of A cross B, then നമുക്കിവിടെ പറയാൻ നോക്കും ഫസ്റ്റ് എലമെന്റ് P belongs to capital A and Q belongs to capital A. ഇതാണ് നമുക്ക് നേരത്തെ കണ്ടത്. ഇനി നമുക്ക് രണ്ടാമതൊരു പോയിന്റ്, രണ്ട് ഓർഡേർഡ് പെയർസ് എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? Or when can we say the two ordered pairs are equal to each other? രണ്ട് ഓർഡേർഡ് പെയർസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി കണ്ടീഷൻ? ഇവിടെ പറയുന്നു if AB എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് if it is equal to XY എന്ന് പറയുന്ന മറ്റൊരു ഓർഡേർഡ് പെയർ ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ their first elements are equal to each other as well as the second elements are also equal to each other. ഇതിന്റെ ഫസ്റ്റ് എലമെന്റ്സ് എന്തായിരിക്കണം? ഈക്വൽ ടു ഈച്ച് അതർ ആയിരിക്കണം. അതേപോലെ സെക്കൻഡ് എലമെന്റും എന്തായിരിക്കണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കണം. സോ ഇഫ് AB is equal to XY, then നമുക്ക് പറയാൻ നോക്കും A is equal to X and B is equal to Y. A എന്ന് പറയുന്നത് X ന് ഈക്വൽ ആയിട്ട് മാറും, B എന്ന് പറയുന്നത് Y ക്ക് ഈക്വൽ ആയിട്ട് മാറും. അതായത് ഫസ്റ്റ് എലമെന്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആവും, അതേ കണക്ക് സെക്കൻഡ് എലമെന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് മാറും. ഓക്കെ,
ഇനി മൂന്നാമതൊരു പോയിന്റ് നമുക്ക് ക്രോസ് പ്രോഡക്റ്റുമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് പറയേണ്ട ഒരു മൂന്നാമത്തെ പോയിന്റ് ഇതാണ്. നമുക്ക് രണ്ട് സെറ്റുകൾ തന്നിരിക്കുന്നതിനകത്ത് രണ്ട് സെറ്റും ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ അതിന്റെ ക്രോസ് പ്രോഡക്റ്റും ഫൈനൈറ്റ് ആവൂ. ഓക്കെ, രണ്ട് സെറ്റുകൾ ഫൈനൈറ്റ് ആണെങ്കിൽ മാത്രമേ അതിന്റെ ക്രോസ് പ്രോഡക്റ്റും എന്താവത്തുള്ള ഫൈനൈറ്റ് ആവും. ഏതെങ്കിലും ഒരു സെറ്റ് ഇൻഫിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഷുഡ് ബി ആൻ ഇൻഫിനിറ്റ് സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കണ്ടീഷൻ പറയുന്നതാണ് എ ആൻഡ് ബി ആർ ഫൈനൈറ്റ് സെറ്റ്സ് then A cross B is finite. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A cross B എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, either A or B or both are infinite, then A cross B is also infinite. Then A cross B is also infinite. Okay. അപ്പോൾ എയും ബിയും ഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ A cross B ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഇനി ഇതിനകത്ത് A അല്ലെങ്കിൽ B അല്ലെങ്കിൽ രണ്ട്. Okay. Either A or B or both are infinite set, then A cross B is also infinite. അപ്പോൾ എയും ബിയും ഇൻഫിനിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ A cross B എന്തായിരിക്കും? ഇൻഫിനിറ്റ് സെറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇൻഫിനിറ്റ് ആയാൽ മതി, ക്രോസ് പ്രോഡക്റ്റ് എന്തായിട്ട് മാറും? ഇൻഫിനിറ്റ് സെറ്റ് ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് ഡെഫിനിഷൻ നമുക്ക് മൂന്നാമതോടുകൂടി നമുക്ക് പറയാം. A cross E. What is A cross? അതായത് ഒരു സെറ്റ് തന്നെ നമ്മൾ മൂന്ന് തവണ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് പ്രൊഡക്റ്റിന് എടുക്കും. നേരത്തെ നമ്മൾ രണ്ട് തവണയാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോൾ പറയാം A cross B cross C വേണമെങ്കിൽ നമുക്ക് ഇത് ഡിഫൈൻ ചെയ്യാം. ഇപ്പൊ A cross A അല്ലെങ്കിൽ A cross B cross C എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ടേംസുകളുടെ ക്രോസ് അല്ലെങ്കിൽ മൂന്ന് സെറ്റുകളുടെ ക്രോസ് പ്രോഡക്റ്റ് ആണ് നമുക്ക് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പെയറുകളെല്ലാം നമ്മൾ എഴുതേണ്ടത്. പെയർ എന്ന് പറയുന്നത് രണ്ടുപേരെ വരത്തുള്ളൂ. ജോഡി എന്ന് പറയുമ്പോൾ രണ്ടുപേരെ വരത്തുള്ളൂ. ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ നമ്മളൊരു പെയർ എടുക്കുന്നു. ആ പെയർ നമ്മൾ മൂന്നാമതൊരാളുമായിട്ട് വീണ്ടും എന്ത് ചെയ്യെടുക്കുകയാണ്? പെയർ എടുക്കുകയാണ്. അതായത് അപ്പോൾ നമുക്കവിടെ മൊത്തം എത്ര എലമെന്റ്സുകൾ വരും? 3 എലമെന്റ്സുകൾ വരും. ഓക്കെ, അങ്ങനെ 3 എലമെന്റ്സുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ A, B, C such that A, B, C belongs to capital E. ഓക്കെ, ഇതാണ് A cross Aയുടെ ഡെഫിനിഷൻ. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 3 എലമെന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയുള്ള എലമെന്റ്സ് തന്നെയാണ്? എയുള്ള എലമെന്റ്സ് തന്നെയാണ്. ഇത് ആദ്യത്തെ എലമെന്റ് എ ഉള്ളതായിരിക്കണം, അതിനെ എ എന്ന് വിളിച്ചു. രണ്ടാമത്തെ എലമെന്റ് ബി, അതും എ ഉള്ള എലമെന്റ് തന്നെ ആയിരിക്കണം. മൂന്നാമത്തെ എലമെന്റ് സി, അതും എ ഉള്ള എലമെന്റ് തന്നെ ആയിരിക്കണം. സോ ദേ ആർ നോൺ ആസ് ഓർഡേർഡ് ട്രിപ്ലറ്റ്. എന്താണ്? ഓർഡേർഡ് ട്രിപ്ലറ്റ്. ദേ ആർ നോൺ ആസ് ഓർഡേർഡ് ട്രിപ്ലറ്റ്. നമ്മൾ നേരത്തെ പെയർ മാറിയിട്ട് നമ്മളിപ്പം പറയുന്നതാണ് അടുത്തത് ട്രിപ്ലറ്റ് എന്ന് പറയും. അപ്പൊ ഓർഡേർഡ് ട്രിപ്ലറ്റ് ആണ് A cross A എന്ന് പറയുന്നത്. സോ A cross A is equal to set of ordered pair ABC such that A, B, C element of capital A. Okay, it is known as a ordered triplet. Okay, let's go to the first question in this chapter. പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ നമുക്കൊരു ഓർഡേർഡ് പെയർ പറയുന്നുണ്ട് x/3 + 1, y-2/3. അപ്പൊ ഇതൊരു നമ്പറാണ്, ഇത് മറ്റൊരു നമ്പറാണ്. അതിന് രണ്ടിന്റെ ഓർഡേർഡ് പെയർ ആണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത് 5/3, 1/3 ഈക്വൽ ആണ്. 5/3, 1/3 എന്ന് പറയുന്ന വാല്യൂവിന് ഈക്വൽ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, then find the value of x and y. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x ന്റെയും y യുടെയും വാല്യൂസ് കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നേരത്തെ ക്രോസ് പ്രോഡക്റ്റ് കുറച്ച് പ്രോപ്പർട്ടീസുകൾ ഞാൻ മാർക്ക് ചെയ്ത് പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു. രണ്ട് ക്രോസ് പ്രോഡക്റ്റിനകത്തുള്ള എലമെന്റ്സുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ അവയുടെ എക്സ് കോർഡിനേറ്റുകൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റുകൾ ഈക്വൽ ആവണം, കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റുകളും ഈക്വൽ ടു ഈച്ച് ആയിരിക്കണം അല്ലെ. അല്ലെങ്കിൽ ഫസ്റ്റ് എലമെന്റ്സുകൾ ഈക്വൽ ടു ഈച്ച് ആയിരിക്കണം, അതേ കണക്ക് സെക്കൻഡ് എലമെന്റ്സും ഈക്വൽ ടു ഈച്ച്. അപ്പൊ ഈ കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പറയുമ്പോൾ ഈ ആദ്യത്തെ ഓർഡേർഡ് പെയറിന്റെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഇതാണ്, അത് ഇവിടത്തെ ഫസ്റ്റ് എലമെന്റ് ഈക്വൽ ആയിട്ട് മാറണം. ഇവിടത്തെ സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ഇതാണ്, അത് ഇവിടത്തെ സെക്കൻഡ് എലമെന്റ് ഈക്വൽ ആയിട്ട്. സോ ഇങ്ങനൊരു കണ്ടീഷൻ
കണ്ടീഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ എഴുതാം we have x by 3 plus 1 എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ് 5 by 3 ക്ക് ഈക്വലാണ്. ഓക്കെ, ആൻഡ് നമുക്ക് രണ്ടാമത് പറയാം y minus 2 by 3 എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ് 1 by 3 ക്ക് ഈക്വലാണ്. isn't it? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് അബൌട്ട് x by 3? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പ്ലസ് 1 എടുത്തെങ്കിൽ അപ്പുറത്തോട്ട് പോകണം. പ്ലസ് 1 എടുത്ത് അപ്പുറത്തോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നത് അത് -1 ആയിട്ട് മാറും. സോ 5 by 3 നമുക്ക് എന്ത് എഴുതാം -1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ ദാറ്റ് ഈസ് x by 3 is equal to നമുക്ക് എന്ത് പറയുന്ന കൂടെ ഇതിനെ ക്രോസ് ചെയ്യാം 5 minus 3 into 1 that is 3. 5 minus 3 is 2 by 3. ഓക്കേ, ഇവിടെ രണ്ടും സെയിം ഡിനോമിനേറ്റർ ആണ്. നമുക്ക് ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. then we get x is equal to, so we get x value of x as 2. okay, similarly നമുക്ക് ഇവിടെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് y equal to ഈ -2 by 3 നമ്മുടെ അടുത്തേക്ക് അപ്പുറത്തോട്ട് പോവുക. then we get 1 by 3 plus 2 by 3 is equal to നമുക്ക് കിട്ടുന്നത് 3 by 3 that is equal to 1. so x ന്റെ വാല്യൂ ഇവിടെ നമുക്ക് 2 കിട്ടി, y യുടെ വാല്യൂ നമുക്ക് 1 കിട്ടി. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി വാല്യൂസ് ഓഫ് x and y. നമ്മൾ ചെയ്ത ഇത്രയേ ഉള്ളൂ. രണ്ട് ഓർഡറുടെ പേര് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ അവയുടെ x കോർഡിനേറ്റുകൾ നമ്മൾ ഇക്വേറ്റ് ചെയ്തു, y കോർഡിനേറ്റുകൾ ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ x ഉള്ള ഒരു ഇക്വേഷൻ കിട്ടി, അവിടെ y ഉള്ള ഒരു ഇക്വേഷൻ കിട്ടി. നമ്മൾ സോൾവ് ചെയ്തു. നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ നമുക്കിവിടെ പോസിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യന്റെ അതേ മോഡൽ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് ഓർഡറുടെ പേഴ്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ആസ് പെർ ദ ഡെഫിനിഷൻ ഓഫ് ടു ഓർഡർഡ് പെയർസ് ആർ ഈക്വൽ, രണ്ട് ഓർഡർഡ് പെയറുകൾ ഈക്വൽ ആവുന്നതിന്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാം ഈ കാണുന്ന ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റിനും ഈ കാണുന്ന സെക്കൻഡ് എലമെന്റ് ഇവിടുത്തെ സെക്കൻഡ് എലമെന്റിനും ഈക്വൽ ആണെന്ന് നമുക്ക് പറയാലോ അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, എന്തെഴുതാം 2x plus y is equal to 10 എന്ന് പറഞ്ഞിട്ട് എഴുതാം. we have നമുക്ക് എഴുതി വെക്കാൻ ഓർക്കുന്ന സംഗതിയാണ് we have 2x plus y is equal to 10 and also നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ x minus 3y എന്ന് പറയുന്നത് ഇവിടുത്തെ സെക്കൻഡ് എലമെന്റ് അതായത് -9 ഉം ഈക്വൽ ആയിട്ട് മാറും. ഓക്കേ, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുന്നു, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കുന്നു. ഇതാ x ന്റെ y യുടെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇവിടെ x ന്റെ y യുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇവിടെ നോക്കുക 2x plus y എന്ന് പറയുന്നത് 10 എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇതും ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. അതായത് ലീനിയർ ഇക്വേഷൻസിൽ 2 വേരിയബിൾസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ we can find out the values of x and y. x ന്റെ y യുടെ വാല്യൂസ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ കഴിയും അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം ഇവിടെ 2x plus y 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് x minus 3y -9. അപ്പോൾ നമ്മൾ നോക്കുന്നത് സാധാരണ നമ്മുടെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടാണ്, നമ്മുടെ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിച്ചിട്ടുള്ള സംഗതിയാണിത്. ഇത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന രണ്ട് ഇക്വേഷൻസിലെയും ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യൻസ് സെയിം ആയിട്ട് മാറും. സെയിം അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് വേണം, അതിനെ സെയിം ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടുത്തെ x ന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, ഇവിടുത്തെ x ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, ഈക്വൽ അല്ല. ഇവിടെ y യുടെ കോഎഫിഷ്യന്റ് 1 ആണ്, ഇവിടെ y യുടെ കോഎഫിഷ്യന്റ് -3 ആണ്, അതും ഈക്വൽ അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യൻസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈക്വൽ ആക്കാം. അപ്പോൾ അതിന് എളുപ്പം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് 2x. ഇവിടെയും 2x ഉണ്ട് ആണല്ലോ. സോ അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, ഇവിടെ എഴുതുന്നത് എങ്ങനെ എഴുതുന്നു, ഇക്വേഷൻ 2 ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ. സോ 2 into ഇക്വേഷൻ 2 gives. അപ്പം ഞാൻ ഈ 2 ഇട്ട് റൗണ്ട് ഇട്ടിരിക്കുന്ന അവിടുത്തെ ഇക്വേഷൻ 2 എന്നുള്ളതാണ്. ഓക്കെ, 2 into equation 2 is equal to 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ it becomes 2x. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6y equal to 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് -18. let it be equation number 2. ഇനി നമുക്ക് 2 എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. now let's find out now let's solve x and y. x and y നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ രണ്ടിന്റെ കോഎഫിഷ്യൻസ് ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് y യുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. സോ ഞാൻ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ ഇത് 2 ആൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ 3 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, 2 ആണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പം പുതിയ ഇക്വേഷൻ ആണ് നമുക്ക് 3 കൊടുക്കുക. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നു, 1 - 3 കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ 1 - 3 എന്ന് പറയുന്നത് 2x - 2x എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത y -6y, അതായത് 1 - -6 എന്ന് പറയുന്നത് 1 + 6 ആണ്. 1 + 6 എന്ന് പറയുന്നത് 7y എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. 7y =
10 minus 18, that is 10 plus 18. 10 plus 18 is 28. So we get 7y is equal to 28. Therefore y is equal to 28 divided by 7 is equal to 4. So we have got the value of y is equal to 4. Now let's find out the value of x. And നമുക്ക് ദാ ഈ മൂന്ന് ഇക്വേഷൻസ് നമുക്ക് ഉണ്ട്. ഈ മൂന്ന് ഇക്വേഷൻസിനെ ഏതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. So we write a substitute നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Substitute y is equal to 4 in then ആദ്യത്തെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുന്നു, ഇക്വേഷൻ 1. Okay, then we get നമുക്ക് എന്താണ് കിട്ടുന്നത്? 2r into x plus y യുടെ പ്ലേസിൽ നമുക്ക് ആരെ കൊടുക്കാം? 4 കൊടുക്കാം is equal to 10. ഇവിടെ നിന്ന് ഞാൻ ബാക്കി ഇങ്ങോട്ട് എഴുതുന്നു. 2x plus 4 is equal to 10 ആണെന്നുണ്ടെങ്കിൽ 2x is equal to നമുക്ക് എത്ര നമ്മൾ എഴുതാം? 10 ഇവിടെ ഉണ്ട്, പ്ലസ് 4 അങ്ങ് അപ്പുറം പോകുമ്പോൾ എന്താണ് മാറും? -4. That is 2x is equal to 6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. Therefore x is equal to 6/2. 6/2 is equal to എന്താണ്? Now we have the values. X is equal to 3 and y is equal to 4. Now let's check whether our solutions are right or wrong. അത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഏതെങ്കിലും ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ x ന് പകരം 3 കൊടുക്കുമ്പോൾ 2 into 3 6 plus 4 is equal to 10. Right answer. Okay. Now let's go to third question. Third question describe ചെയ്തതാണ്. A cross B എന്ന് പറയുന്ന ക്രോസ് പ്രോഡക്റ്റ് നമുക്ക് given ആണ്, നമുക്ക് തന്നിട്ടുണ്ട്. Okay. A cross B എന്ന് പറയുന്ന ഈ ക്രോസ് പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ A യുടെയും B യുടെയും സെറ്റുകൾ നമ്മൾ എഴുതണം. A എന്ന് പറയുന്ന സെറ്റും B എന്ന് പറയുന്ന സെറ്റും എഴുതണം. ഇതാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ. By using these two sets A and B, write B cross A. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കണം? B cross A എന്ന് പറയുന്ന സെറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് A യും ഉണ്ട് B യും ഉണ്ട്. A cross B ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ അവിടെ നമുക്ക് A യും B യും നമുക്ക് കണ്ടുപിടിക്കണം. A യും B യും നമ്മൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം A cross B യുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഫസ്റ്റ് എലമെന്റ്സുകളെല്ലാം എവിടെയുള്ള എലമെന്റ് ആണ്? A യിലുള്ള എലമെന്റ്സുകളാണ്. സെക്കൻഡ് എലമെന്റുകളെല്ലാം എവിടെയുള്ള എലമെന്റ് ആണ്? B യിലുള്ള എലമെന്റും ആണ്. അപ്പൊ നമുക്ക് ഈ ഓർഡർഡ് പെയറിനകത്ത് ഫസ്റ്റ് എലമെന്റുകളായിട്ട് വന്നിരിക്കുന്ന ആരൊക്കെ ഉണ്ട്? ഇവിടെ A B B, അതായത് രണ്ട് എലമെന്റ്സുകൾ മാത്രമേ വരുന്നുള്ളൂ, A യും B യും ആണ്. സോ നമുക്ക് ഇവിടെ എഴുതാൻ നോക്കും A is equal to set of all എന്താണ്? A, B. ഇത് ഫസ്റ്റ് എലമെന്റുകൾ നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യുക. അതിന് നമ്മൾ എന്തായിട്ട് എഴുതുക? A എന്ന് പറയുന്ന സെറ്റ് ആയിട്ട് എഴുതുക. B എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എലമെന്റ്സുകളാണ് B യിൽ വരുന്നത്. അതായത് രണ്ടാമത്തെ എലമെന്റ്സുകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? X ഉം Y ഉം ആണ്. സോ അതിന് നമ്മൾ എന്തായിട്ട് എഴുതുക? B ആയിട്ട് നമ്മൾ എഴുതുക. സോ A എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ A, B വരും. B എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ X, Y. ഇതിന് നമ്മുടെ കൂടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഇവാലുവേറ്റ് B cross A. B cross A എന്ന് പറയുന്ന എന്താണ് സെറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. B cross A വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ A യും B യും ഉള്ളതുകൊണ്ട് നമുക്ക് B cross നമുക്ക് ആ രീതിയിൽ പേരുകളാക്കി എടുത്ത് പറയാം. അല്ലെങ്കിൽ A cross B തന്നിരിക്കുന്നതുകൊണ്ട് അതിനെ നേരെ തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? B cross A കിട്ടും. സോ പിന്നെ ഇവിടെ ഡയറക്റ്റ് അങ്ങ് പറയാൻ പോവുകയാണ്. സെറ്റ് ഓഫ് ഓൾ ആദ്യത്തെ എലമെന്റ് B ഉള്ളതായിരിക്കണം, രണ്ടാമത്തെ എലമെന്റ് A ഉള്ളതായിരിക്കണം. അതിനുള്ള സമയം നമുക്ക് എഴുതാം XA പിന്നെ XB കണക്ക് YA YB. ഓക്കെ, ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, A cross B യും B cross A യും ഈക്വൽ ആണ്. ഇപ്പം നമുക്കിവിടെ 4 എലമെന്റ്സ് ഉണ്ട്, ഇവിടെ 4 എലമെന്റ്സ് ഉണ്ട്. A cross B യും B cross A യും ഈക്വൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are not equal. Because XA എന്ന് പറയുന്നത് ഒരിക്കലും ആർക്ക് ഈക്വൽ അല്ല? AX ഈക്വൽ അല്ല. Okay, unless otherwise X is equal to A. X A ക്ക് ഈക്വൽ ആയില്ല എന്നുണ്ടെങ്കിൽ AX എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും XA എന്ന് പറയുന്ന ഓർഡേർഡ് പെയറും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഡേർഡ് പെയർസ് ആണ്. സോ നമുക്ക് അതുകൊണ്ട് പറയാം A cross B എന്ന് പറയുന്നത് which is not equal to B cross A. So we can write A cross B never be equal to B cross A unless and otherwise A is equal to B. Okay, A is equal to B ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? A cross B യും B cross A യും ഈക്വൽ ആയിട്ട് മാറും. Okay, next fourth question ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, അതായത് ക്രോസ് പ്രോഡക്റ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ. A is equal to നമുക്ക് ഇവിടെ 4 സെറ്റുകൾ നമുക്കുണ്ട്. A എന്ന് പറയുന്ന സെറ്റ് 1 2 ആണ്, B എന്ന് പറയുന്ന സെറ്റ് 1 2 3 4 ആണ്, C എന്ന് പറയുന്നത് 5 6 ആണ്, D എന്ന് പറയുന്നത് 5 6 7 8 ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്ന വെരിഫൈ ദാറ്റ് നമുക്ക് വെരിഫൈ ചെയ്യണം. എന്താ വെരിഫൈ ചെയ്യേണ്ടത്? A cross B intersection C. കണ്ടോ? B intersection C.
അപ്പോൾ നമ്മൾ സെറ്റിൽ പഠിച്ച ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഞാൻ പറഞ്ഞത് ആദ്യമേ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ആവശ്യമുണ്ട്. പല പ്രോബ്ലംസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് പറയുമ്പോഴോ എല്ലാം നമുക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു സബ് സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ബേസ് ആണെന്ന് പറയുന്നതിന്റെ കേസാണ്. അപ്പോൾ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി, അപ്പൊ നമ്മൾ ബി ഇന്റർസെക്ഷൻ സി നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. ആ സെറ്റിനോട് കൂടി നമ്മൾ ആരെ ക്രോസ് ചെയ്യണം? എ ക്രോസ് ചെയ്യണം. ഓക്കെ, ഈ കിട്ടുന്ന സെറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കിട്ടുന്ന ക്രോസ് പ്രോഡക്റ്റും എ ക്രോസ് ബിയും എ ക്രോസ് സിയും കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇന്റർസെക്ഷൻ ആയിട്ട് കിട്ടുന്ന സെറ്റിന്റെ സെറ്റ് എന്ന് പറയുന്നത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യം ബി ഇന്റർസെക്ഷൻ സി നമുക്ക് കണ്ടുപിടിക്കാം. ബി ഇന്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു പറഞ്ഞാൽ ബിയും സിയും നമ്മുടെ ഇന്റർസെക്ഷൻ, ബിയിലും സിയിലും കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് നൾ സെറ്റ്. ഇവിടെ കോമൺ ആയിട്ട് എലമെന്റ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് ധൈര്യപൂർവ്വം പറയാം ഇതെന്താണ്? നൾ സെറ്റ് ആണെന്ന് പറയാം. ഇനി നമുക്ക് വേണ്ടത് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ആണ് നമുക്ക് വേണ്ടത്. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന എലമെന്റ് സെറ്റ് 1 2 ആണ്, ക്രോസ് ആരുടെ? നൾ സെറ്റ്. ഇത് നമുക്കൊരു പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റ് നൾ സെറ്റ് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നൾ സെറ്റ് തന്നെയായിരിക്കും. ഓക്കെ, ഏതെങ്കിലും ഒരു സെറ്റ് എന്താണ്? നൾ സെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നതും എപ്പോഴും എന്തായിരിക്കും? നൾ സെറ്റ് തന്നെയായിരിക്കും. സോ വി കാൻ റൈറ്റ് ഇറ്റ് ഈസ് നൾ സെറ്റ് ഇറ്റ്സെൽഫ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഈ സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. നമ്മൾ ഫൈ എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. ഇനി now let's find out എ ക്രോസ് ബി. നമ്മൾ എ ക്രോസ് ബി നമ്മൾ കണ്ടുപിടിക്കണം. എ ക്രോസ് ബി പോസിബിൾ ആണല്ലോ. എയും ബി തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് പോസിബിൾ ആണ്. അപ്പോൾ നമ്മൾ പോസിബിൾ ആണെന്ന് നമുക്ക് എഴുതാം 1 1 അല്ലേ, 1 2 പിന്നെ 1 3 1 4 നെക്സ്റ്റ് 2 1 2 2 2 3 2 4 isn't it? നിങ്ങൾ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം ഇതൊക്കെ എന്താണ് എന്നുള്ളത്. നിങ്ങൾ എഴുതി നോക്കാൻ വളരെ വൃത്തിയായിരിക്കും. നിങ്ങൾക്ക് ഇതൊരു പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ 1 1 1 2 1 3 1 4 2 1 2 2 2 3 2 4 ഇവിടെ 4 എലമെന്റ്സ്, ഇവിടെ 2 എലമെന്റ്സ്, മൊത്തം 8 എലമെന്റ്സ്. ഇവിടെയും കൃത്യമായിട്ട് 8 എലമെന്റ്സ് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം ചെയ്യുന്നു, എ ക്രോസ് സി എഴുതാൻ പോവുകയാണ്. എ ക്രോസ് സി ഈസ് ഈക്വൽ ടു എ ക്രോസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 1 2 5 6 ആയിട്ടാണ്. സോ നമുക്ക് എഴുതുന്നത് 1 5 പിന്നെ 1 5 1 6 2 5 2 6. Is there any element which is common to these two sets? ഈ രണ്ട് സെറ്റുകളിൽ കോമൺ ആയിട്ട് ഏതെങ്കിലും എലമെന്റ്സ് ഉണ്ടോ? ഇവിടെ 1 1 ഉണ്ട്, പക്ഷെ ഇവിടെ 1 1 ഇല്ല. 1 2 ഉണ്ട്, ഇവിടെ 1 2 ഇല്ല. 1 3 ഉണ്ട്, ഇവിടെ 1 3 ഇല്ല. 1 4 ഉണ്ട്, ഇവിടെ 1 4 ഇല്ല. അതൊക്കെ തന്നെയാണ്. 2 1 അവിടെ ഉണ്ട്, ഇവിടെ 2 1 ഇല്ല. 2 2 ഉണ്ട്, 2 2 ഇല്ല. 2 3 ഉണ്ട്, ഇവിടെ 2 3 ഇല്ല. 2 4 ഉണ്ട്, പക്ഷെ ഇവിടെ 2 4 ഉണ്ട്. സോ ഇവർ രണ്ടുപേരും തമ്മിൽ കോമൺ ആയിട്ട് എലമെന്റ്സുകളൊന്നും ഇല്ല. സോ വി ക്യാൻ റൈറ്റ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി എന്ന് പറയുന്നത് ഇവിടെ എന്ത് തന്നെയാണ്? നൾ സെറ്റ് തന്നെയാണ് അല്ലേ? സോ അതുകൊണ്ട് നമുക്ക് പറയാം എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നതും എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി എന്ന് പറയുന്നതും എന്താണ്? രണ്ടും ഈക്വൽ സെറ്റ്സ് ആയിട്ട് മാറും. ഇത് തന്നെ നമുക്ക് ചിലപ്പോൾ എക്സാമിന് തിരിച്ചും ചോദിക്കാം. ഇവിടെ ഓപ്പറേഷൻ ഇപ്പൊ ഇന്റർസെക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, വേണമെങ്കിൽ നമുക്ക് യൂണിയൻ ഇട്ടും ചോദിക്കാം. അങ്ങനെ ഇവിടുത്തെ റിസൾട്ട് വരുന്നത് എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി ആയിരിക്കും. അപ്പോൾ ഇതേ കണക്ക് നമ്മൾ എന്ത് ചെയ്യുക? രണ്ടിന്റെയും റിസൾട്ട് എഴുതി രണ്ടിന്റെയും എ ക്രോസ് ബി യൂണിയൻ സി എന്ന് പറയുന്ന സെറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. എ ക്രോസ് ബി എ ക്രോസ് സി കണ്ടുപിടിക്കുക. അവർ നമ്മൾ യൂണിയൻ എടുക്കുക. രണ്ടും സെറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് നിങ്ങൾ എന്താണ് ഈ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്രോബ്ലം നോട്ട്ബുക്കിൽ എഴുതി നോക്കുന്നത് വൃത്തിയായിരിക്കും. അപ്പോൾ നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് എഴുതാനുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിൽ വരികയും കൂടാതെ ഈ കാണുന്ന ഓപ്പറേഷൻസ് ഇന്റർസെക്ഷനും യൂണിയനും എല്ലാം നമുക്കിവിടെ ആപ്ലിക്കബിൾ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെറ്റിന്റെ റിവിഷൻ ആവുകയും ചെയ്യും. സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുള്ള ഇന്റർസെക്ഷനും യൂണിയന്റെ ഒക്കെ റിവിഷൻ ആവുകയും ചെയ്യും. കൂടാതെ ഈ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് എഴുതി നോക്കാനും ഒരു അവസരം ഉണ്ടാകും. അതുകൊണ്ട് എ ക്രോസ് ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സിക്ക് ഈക്വൽ ആണോ എന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. P is equal to set 1, 2. Find P cross P cross P. P cross P cross P കണ്ടുപിടിക്കും. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ P എന്ന് പറയുന്ന സെറ്റ് 1 2 ആണെന്നുണ്ടെങ്കിൽ P cross P എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? നമ്മൾ ആൾറെഡി നമ്മൾ പറഞ്ഞു A cross A എന്ന് പറയുന്നത് ഓൾറെഡി ട്രിപ്ലെറ്റ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ?
ട്രിപ്ലെറ്റ് ഇത് 3 പേര് വരുന്ന എന്താണ് ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പി പറയുമ്പോൾ നമ്മൾ ആദ്യം പി ക്രോസ് പി നമ്മൾ ആദ്യം എഴുതണം. ഓക്കെ, പി ക്രോസ് പി എന്ന് പി ക്രോസ് പി എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുമ്പോൾ സെറ്റ് 1 2 ഇവിടെ ഉണ്ട്, വീണ്ടും ഒരു സെറ്റ് 1 2 ഒന്ന് എഴുതി വയ്ക്കുക. എഴുതി വെച്ചിട്ട് ഇവിടെ ഓരോരുത്തരായിട്ട് പേരെടുക്കാം. അപ്പൊ നമുക്ക് തെറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടുന്നത് 1 1 അല്ലെ, 1 2, അടുത്ത 2 1 2 2. അപ്പൊ നമുക്ക് പി ക്രോസ് പി കിട്ടി. ഇനി ഈ കാണുന്ന എലമെന്റ്സ്, അതായത് പി ക്രോസ് പിയിൽ ഇപ്പൊ 4 എലമെന്റ്സ് ഉണ്ട്. അതും അടുത്ത സെറ്റ് പി എന്ന് പറയുന്ന സെറ്റ് 1 2 ഇവരുമായിട്ട് നമ്മൾ സാധാരണ ക്രോസ് പ്രോഡക്റ്റ് എടുക്കത്തില്ല. അതായത് നമുക്ക് എടുത്ത് നോക്കാം. അതായത് 1 1 ആരുമായിട്ട് പേര് വേണം, 1 ഉമായിട്ട് പേര് വേണം. അപ്പം 1 1 1 കൂടി ചേർന്നുകൊണ്ട് ഒരു സിംഗിൾ ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് മാറ്റാം. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം പി ക്രോസ് പി ക്രോസ്. therefore പി ക്രോസ് പി is equal to സെറ്റ് 1 1 ഇവിടത്തെ 1 ഉമായിട്ട് ചേർന്ന് ഒരു ട്രിപ്ലെറ്റ്. ഇനി 1 1 ഇവിടത്തെ 2 ഉമായിട്ട് ചേർന്ന് അടുത്ത ട്രിപ്ലെറ്റ്. എടുത്ത 1 2 ഉം 1 ഉമായിട്ട് അടുത്ത ട്രിപ്ലെറ്റ്, 1 2 2 ആയിട്ട് അടുത്ത ട്രിപ്ലെറ്റ്. അടുത്ത 2 1 എടുക്കണമെങ്കിൽ 2 1 1 ഉമായിട്ട് ട്രിപ്ലെറ്റ്, 2 1 2 ആയിട്ട് ട്രിപ്ലെറ്റ്. അടുത്ത 2 2 1 ഉമായിട്ട് 2 2 1 ഉമായിട്ട് ട്രിപ്ലെറ്റ്. ആൻഡ് ഫൈനലി 2 2 2 ഉമായിട്ട് ട്രിപ്ലെറ്റ്. അപ്പൊ ഇവിടെ നോക്കാം, പി ക്രോസ് പിയിൽ 4 എലമെന്റ്സ് ഉണ്ടായിരുന്നു, പിയിൽ 2 എലമെന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പി ക്രോസ് പിയിൽ 4 × 2 8 എലമെന്റ്സ് ഉണ്ടാവണം. 8 എലമെന്റ്സ് ഉണ്ടോ നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8. So there are 8 elements. അപ്പൊ ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. നമുക്കൊരു സെറ്റ് തന്നിട്ട് ഫൈൻഡ് എ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ബി ക്രോസ് ബി എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ബി ക്രോസ് ബി എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ 2 പേര് തമ്മിലുള്ള എന്ത് ചെയ്യണം, ക്രോസ് പ്രോഡക്റ്റ് നമ്മൾ ആദ്യം എഴുതണം. എഴുതിയ ശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് വേണം മൂന്നാമത്തെ സെറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്രോസ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. n of a is equal to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ 3 എലമെന്റ്സ്, n of b is equal to 2 ബിയിൽ 2 എലമെന്റ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? ഇവിടെ നമ്മൾ അങ്ങോട്ട് പഠിച്ചിട്ടുള്ളതാണ് 3 × 2 6 എലമെന്റ്സ് ഉണ്ടായിരിക്കും. 6 എലമെന്റ്സ് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ആ 6 എലമെന്റ്സുകളിൽ ഇവിടെ 3 എലമെന്റ്സുകൾ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. പറഞ്ഞിരിക്കുന്നത് x1 ഉം y2 ഉം z1 എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് എ ക്രോസ് ബിയിലുള്ള എലമെന്റ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി സെറ്റ് എ ആൻഡ് സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ കണ്ടുപിടിക്കണം, ബി എന്ന് പറയുന്ന സെറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എ ക്രോസ് ബിയിലുള്ള എലമെന്റ് അല്ലേ x1 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഓൾറെഡി പെയർ എ ക്രോസ് ബിയിൽ എ ക്രോസ് ബിയിലുള്ള ഒരു എലമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എയിലുള്ളതായിരിക്കും, സെക്കൻഡ് എലമെന്റ് എന്ന് പറയുന്നത് ബിയിലുള്ള എലമെന്റ് ആയിരിക്കും. ശരിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം a is equal to, ഇവിടെ x1 എലമെന്റ് ഓഫ് എ ക്രോസ് ബി ആണെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഫസ്റ്റ് എലമെന്റ് ആയി x എവിടെ ഉള്ളതായിരിക്കും, എയിലുള്ളതായിരിക്കും. അപ്പൊ ഞാൻ ആദ്യം ഇവിടത്തെ എലമെന്റ് ഞാൻ എഴുതാം, x എയിലുള്ള എലമെന്റ് ആണ്, 1 എന്ന് പറയുന്നത് ബിയിലുള്ള എലമെന്റ്. രണ്ടാമത്തെ എലമെന്റ് y2 ആണ് പറഞ്ഞിരിക്കുന്നത്. y2 എന്ന് പറയുന്ന നേരത്ത് ആദ്യത്തെ എലമെന്റ് അവിടെ y ആണ്, സെക്കൻഡ് എലമെന്റ് അല്ലെങ്കിൽ y കോർഡിനേറ്റ് ഉള്ളത് 2 ആണ്. അപ്പം x കോർഡിനേറ്റ് ഉള്ള സാധനം എയിലുള്ളതാണ്, y കോർഡിനേറ്റ് ഉള്ള സാധനം ബിയിലുള്ളതാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, ഇവിടെ y എഴുതുന്നു, ഇവിടെ 2 എഴുതുന്നു. ഓക്കെ, ഇനി z1 പറഞ്ഞിരിക്കുന്നത്, z1 പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എയിലുള്ള എലമെന്റ് z ആണ്. സോ ഞാൻ അവിടെ z എഴുതി. ഇവിടെ 1 ആണ്, 1 ആൾക്ക് നമ്മൾ എഴുതിയിട്ടുണ്ട്. നോക്കിയുണ്ട് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, n of a is equal to 3 ആണ്. ശരിയാണ്. n of a is equal to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ 3 എലമെന്റ്സ് ഇതാ, ആ 3 എലമെന്റ്സ് x ഉം y ഉം ഇവിടെ വന്നിരിക്കുന്നത്. ക്വസ്റ്റൻ എന്ന് പറയുന്നത് x ഉം y ഉം ആർ എൻറ്റയർലി ഡിഫറന്റ്. ഇത് 3 എന്താണ് 3 ഡിഫറന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. അങ്ങനെ നമുക്ക് എഴുതാം ക്യാപിറ്റൽ A is equal to സെറ്റ് x, y, z. ഓക്കെ, ക്യാപിറ്റൽ B is equal to സെറ്റ് ആരെഴുതാം 1, 2. B യിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് A is equal to x, y, z and B is equal to 1, 2. ചിലപ്പോൾ നമുക്ക് എക്സാം വേറെ ക്വസ്റ്റൻ കൂടെ എന്നോട് അഡീഷണൽ ചോദിക്കാം, ഹെൻസ് ഇവാലുവേറ്റ് ഓർ ഹെൻസ് റൈറ്റ് എ ക്രോസ് ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ക്രോസ് ബി എഴുതാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റൻ ചോദിക്കും, എ ക്രോസ് ബി is equal to, how can we write x1 അല്ലേ, x1 x2 then y1 y2 then z1 z2. So total
6 elements are there. Okay. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എലമെന്റ്സ് എ ക്രോസ് ബി ഉള്ള എലമെന്റ്സ് ഒക്കെ തന്നിട്ട് അവിടുത്തെ നമ്പർ ഓഫ് എലമെന്റ്സ് എയിലെയും ബിയിലെയും നമ്പർ ഓഫ് എലമെന്റ്സ് നമുക്ക് തന്നേക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ സെറ്റ് എ ആൻഡ് ബി. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് പറയാനുള്ള അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് എയും ബിയും രണ്ട് സെറ്റുകളുണ്ട്. ആ എയിലെയും ബിയിലെയും രണ്ട് സെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എ ക്രോസ് ബിയിൽ ഉള്ള എലമെന്റ്സ് നമുക്ക് എഴുതാനുള്ള വേണ്ടി പഠിച്ചു. ഞാൻ പറയുന്നു എ എന്ന് പറയുന്ന സെറ്റിനകത്ത് സപ്പോസ് പി എലമെന്റ്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് ക്യൂ എലമെന്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഹൗ മെനി എലമെന്റ്സ് ആർ ദേർ ഇൻ എ ക്രോസ് ബി? നമ്മൾ പഠിച്ചതാണ് എ ക്രോസ് ബിയിൽ പി ഇൻടു ക്യൂ പി ക്യൂ എലമെന്റ്സ് ഉണ്ടായിരിക്കും. എന്റെ ക്വസ്റ്റ്യൻ അതല്ല. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി സബ്സെറ്റ്സ് ആർ ദേർ പോസിബിൾ? How many subsets are possible for A cross B? A cross B ക്ക് എത്ര സബ്സെറ്റ്സുകൾ പോസിബിൾ ആണ്? ഇതിന് നമ്മൾ ഒരു റിസൾട്ട് നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ആണുള്ളത് എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് പോസിബിൾ സബ്സെറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പവർ സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്നത് 2n എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പി ക്യൂ എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടെന്നാണ്. സോ നമ്പർ ഓഫ് പോസിബിൾ സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നതാണ് 2 Okay, so how many subsets are possible for A cross B? That is equal to 2 PQ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. കാരണം ഇതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് സെഷൻ ആയിട്ടുള്ള റിലേഷൻ നമ്മൾ പറയുന്നത്. ആ റിലേഷനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ കാണുന്ന റിസൾട്ട് നമ്മൾ നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം. ഇതിനെ ഒരു ബോക്സിനകത്തിട്ട് നിങ്ങൾ പഠിച്ച് വെച്ചേക്കുന്ന നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് 2 PQ ആയിരിക്കും. വേർ P is the number of elements in A and Q is the number of elements in B. Okay.